വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവ് ആകാശത്തെയും ഭൂമിയിലെയും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവായ ഗ്രീൻ സിനിമയുടെ യേശുവിൻ അമ്മേ മാതാവേ അരുമസുതർക്ക് ആലംബമേ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ യേശുവിൻ അമ്മേ മാതാവേ അരുമസുതർക്ക് ആലംബമേ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നു.
ലോകത്തിന്റെ ആത്മാവും ശരീരവും അങ്ങയുടെ ദിവ്യപുത്രന് യോഗ്യമായ വാസസ്ഥലമാകുവാൻ ആദ്യം തന്നെ അങ്ങ് തീരുമാനിച്ചല്ലോ. ആ ദിവ്യമാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമേറിയ അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ. ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവായ ഈശോയുടെ തിരുമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തരണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നുവെന്ന് ഏറ്റുപറയാം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കുമെന്ന് അരുൾ ചെയ്തുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന കർത്താവെ, ഒടുവിലത്തെ അത്താഴ വേളയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ മാതൃക നൽകിയ കർത്താവെ, അപ്പം ഒന്നായിരിക്കുന്നത് പോലെ അതിൽ നിന്ന് ഭക്ഷിക്കുന്നവരെല്ലാവരും ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവെ, അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുവാൻ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവെ, തിരുസഭയുടെ തലവനായ ബെനഡിക്ട് മാർപ്പാപ്പയെയും ഞങ്ങളുടെ മേലധ്യക്ഷന്മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തയെയും വൈദികരെയും സന്യാസിനികളെയും അൽമായരെയും സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ട് തിരുസഭയെ പരിപുഷ്ടമാക്കുന്ന കർത്താവെ, ദൈവം നമുക്ക് അനുഗ്രഹം നൽകിയതിനെ നമ്മൾ കൃത്യമായിട്ട് ദൈവത്തോട് നന്ദി പറയാം. ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച മുൻപച്ചൻ ആ പ്രാർത്ഥനച്ചൻ സ്തോത്രഗീതമാലപിച്ചു ദൈവത്തോട് നന്ദി പറഞ്ഞു. ജപമാല ഭക്തിയിലെ ഉറച്ചു നിൽക്കാൻ സാക്ഷ്യം വഹിക്കാനും ഒക്കെ നമുക്ക് അനുഗ്രഹം നൽകിയ ദൈവത്തിനെ നമുക്കിപ്പോൾ നന്ദി പറയാം. അവസാന ദിവസം വന്നവരുണ്ട്. ആരംഭം മുതൽ തന്നെ എല്ലാ ദിവസവും ജപമാല പ്രദർശനത്തിൽ പങ്കെടുക്കാനായിട്ട് സമയം കണ്ടെത്തി കുറിച്ചുമുട്ടി തീർത്ഥകേന്ദ്രത്തിൽ കയറി വരാനായിട്ട് ഇടവന്ന ആളുകളുണ്ട്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ മാതൃഭക്തിയുടെ അടയാളം സാക്ഷ്യം വഹിക്കൽ കൂടിയായി വലിയ ഭക്തിയിൽ ജപമാല ഭക്തിയാണെന്ന് നമുക്കറിയാം. എല്ലാ ശനിയാഴ്ചയും ജപമാല പ്രദർശനം നമ്മൾ വരുന്നുണ്ട്. അത് പലപ്പോഴും നമ്മളത്ര ശ്രദ്ധിക്കാറില്ല, അവഗണിക്കപ്പെട്ടതിലാണ്. വലിയ രോഗങ്ങൾ, തിരുനാളുകൾ, വെടിക്കെട്ട്, തേര്, മൈക്ക്, അലങ്കാരം ഇതൊക്കെ പിന്നീട് ഉണ്ടായതാണ്. അതോടുകൂടി അതിൻ്റെ ആത്മീയ വശത്തിന് വലിയ വീഴ്ച വരാനായിട്ട് തുടങ്ങും. അതിനെ നിരത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകം ജപമാല പറ്റിക്കൊണ്ട് കുറച്ചുപേരെ ഉള്ളെങ്കിലും അവരുടെ സ്വാധീനത്തിൽ അടിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ വഴിയൊന്നും പലകാലം വാങ്ങിപ്പോകുന്നതല്ല. കുട്ടി പ്രാർത്ഥിച്ച് കൊച്ചുകുട്ടികൾ വരെ അതാകെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ചു. അതുപോലെ ശുചിക്കാശായാലും നമ്മൾ കൊടുത്തു. പണ്ട് ചെറിയ 1.5 കാശ് ശുചി എന്നൊക്കെ പറഞ്ഞ് നാണയങ്ങളുണ്ടായിരുന്നു. അതെങ്കിലും കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കൊടുത്തു. എന്നിട്ട് അത് വിട്ടിട്ടാണ് നിലനിർന്നതാണ്, സംഭാവനയും ഭംഗിയൊക്കെ കൊടുത്തിട്ടാണ്. അപ്പോൾ ആ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നേരത്തെ കൊടുക്കുമ്പോൾ ഞാനും കൊടുക്കണം,
സംഭാവന കൊടുക്കണം, നേർച്ച ഇടണം, ഇതൊക്കെ പള്ളിക്ക് കൊടുക്കണം. ഇതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല. ചോദിച്ച് കമ്മീഷൻ ഞാനിൻ്റെ കവറ് എണ്ണി നോക്കി എത്ര ആൾ തന്നു. തപ്പതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും Yeah.